أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. الله. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും ആക്കി. വേറെ ഒരുപാട് മതവിശ്വാസികളും മതം ഇല്ലാത്തവരും ലോകത്ത് വിവിധ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും ജീവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇതര മത വിഭാഗത്തോട് സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രജ്ഞിപ്പിലുമായി ജീവിതം നയിക്കുന്നവരും നയിക്കേണ്ടവരുമാണ് മുസ്ലിമീങ്ങൾ. അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു ശരിയായ പരിപൂർണ മുസ്ലിം ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ നാവുകൊണ്ടോ കൈകൊണ്ടോ ശല്യം, ബുദ്ധിമുട്ട് ഇല്ലാത്തവനാണ്. ആരെയും ദ്രോഹിക്കാത്തവനാണ് മുസ്ലിം. ആ ഒരു വിശാലമായ ആശയം നമുക്ക് പഠിപ്പിച്ചു തന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിലേക്ക് ജനങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ആദ്യം വളരെയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിച്ചുവെങ്കിലും പിൽക്കാലത്ത് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് സ്വമേധയാ കടന്നു.
إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലാഹുവിന്റെ സഹായം, വിജയം, ورأيت الناس يدخلون في دين الله أفواجا, കൂട്ടം കൂട്ടമായി ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നതും നിങ്ങൾ കാണുമ്പോൾ فسبح بحمد ربك واستغفر. നിങ്ങൾ ആ സമയത്ത് അഹങ്കരിക്കരുത്, നിങ്ങൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടരുത്. നിങ്ങൾ വേണ്ടത് എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, എല്ലാം തരുന്നവനും തന്നവനുമായ അല്ലാഹുവിനെ പുകഴ്ത്തുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുക. അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടി നിങ്ങൾ അല്ലാഹുവിനെ, അവന്റെ പരിശുദ്ധതയെ വാഴ്ത്തി പറയുക. കാരണം എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച റബ്ബ്, എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന റബ്ബ്, എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം ആവശ്യത്തിന് നൽകുന്ന റബ്ബ്, അവനാണ് അല്ലാഹ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകം എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി സംവിധാനിച്ചിട്ടുള്ളതാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല, മറിച്ച് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമിലോകം. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന നിങ്ങളുടെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ആളുകളും നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം വിശ്വസിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാഹുവിന്റെ തീരുമാനം ഇല്ല. അല്ലാഹു തീരുമാനിച്ചാൽ ഒരു കാര്യം നടക്കാതിരിക്കുകയില്ല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അവൻ ഉദ്ദേശിക്കാത്തതുണ്ടാവില്ല. എല്ലാവരും മുസ്ലിമാവുക എന്നത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ആ മനുഷ്യന്മാരെയൊക്കെ നിങ്ങൾ നിർബന്ധിക്കുകയോ? അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ല. ആരെയും നിർബന്ധിക്കൽ ഇല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് കുറച്ച് ക്രിസ്ത്യാനികൾ വന്നു. അവര് പറഞ്ഞു, മുഹമ്മദ് നബിയെ ഞങ്ങളുടെ കൂടെ വിശ്വസിച്ച് വന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ മോചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരുടെയും ഭരണാധികാരിയാണ്. ഭരണാധികാരി എപ്പോഴും നീതി പുലർത്തുന്ന ആളായിരിക്കണമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ചൂടുള്ള പടച്ചവന്റെ കോടതിയിൽ ആളുകളൊക്കെ വിയർത്തിങ്ങനെ ഒലിക്കുന്ന സമയത്ത് അർശിന്റെ തണൽ കൊടുക്കുന്ന 7 വിഭാഗം ഉണ്ട്. അതിലൊന്നാമതായി എണ്ണിയത് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി എന്നാണ്. എവിടെയും എല്ലാവർക്കും നീതി വേണം. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ ഭാര്യമാരോട് നമ്മൾ നീതി പുലർത്തണം.
മക്കളോട് നീതി പുലർത്തണം, ഭാര്യ ഭർത്താവിനോട് നീതി പുലർത്തണം, ഗുരുനാഥൻ ശിഷ്യനോട് നീതി പുലർത്തണം, ശിഷ്യൻ ഗുരുനാഥനോട് നീതി പുലർത്തണം, നേതാക്കൾ അനുയായികളോട് നീതി പുലർത്തണം, അനുയായികൾ നേതാക്കളോട് നീതി പുലർത്തണം, അയൽവാസികൾ തമ്മിൽ നീതി ഉണ്ടാകണം, കുടുംബങ്ങൾ തമ്മിൽ നീതി ഉണ്ടാകണം. അങ്ങനെ ലോകത്ത് എല്ലാ വിഭാഗം ജനങ്ങളും കൈമുതലാക്കേണ്ട ഒരു നല്ല ഗുണമാണ്, സവിശേഷതയാണ് നീതി എന്ന് പറയുന്നത്. ആരെയും ആക്രമിക്കാൻ പാടില്ല, ആരെയും ശല്യം ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്, അവൻ ആരെയും ആക്രമിക്കുകയില്ല. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, അടിമകളെ ഒരൽപ്പവും ആക്രമിക്കാത്തവനാണ് അങ്ങയുടെ റബ്ബ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിലെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് മദീന ശരീഫിലും അനുബന്ധ സ്ഥലങ്ങളിലും ഭരണം നടത്തുന്ന ഭരണാധികാരിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പിടിച്ചു വെച്ചിരിക്കുന്നു, ഞങ്ങളുടെ കൂടെ വരാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ക്രിസ്ത്യാനികളാണല്ലോ എന്ന് മനസ്സിലാക്കി, നമ്മുടെ ആശയം അംഗീകരിക്കുന്നവരാണല്ലോ എന്ന് മനസ്സിലാക്കി കേസ് ഫയലിൽ സ്വീകരിക്കാതിരുന്നിട്ടില്ല. കേസ് ഫയലിൽ സ്വീകരിച്ചു. അവര് പറഞ്ഞ വ്യക്തിയെ വിളിപ്പിച്ചു അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയാണ്. എന്തിനാണ് നിങ്ങളെ അവരെ കൂട്ടത്തിലുള്ള ഒരാള് ഇവിടെ മദീനയിൽ വന്നിട്ട് പോകുമ്പോ നിങ്ങൾ എന്തിനാണ് പിടിച്ചു വെക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ നബിയെ, ഞാൻ പിടിച്ചു വെച്ചത് എന്റെ മകനെയാണ്. എന്റെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, അവൻ ക്രിസ്തു മതം അംഗീകരിക്കുകയാണ്. ആ ക്രിസ്തുമതം അംഗീകരിച്ച് അവൻ ജീവിച്ചാൽ ലോകസട്ടാവായ അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം അംഗീകരിക്കാതെ യേശുക്രിസ്തുവിന് ദൈവം എന്ന സ്ഥാനമുണ്ടെന്നോ ദൈവപുത്രനാണെന്നോ അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ആള്, അതൊക്കെ അവരുടെ പേരാണ്, അവർ പറയുന്ന പേരാണ്. നമ്മൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ആദരിച്ചുകൊണ്ട് പറയും. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദൈവത്തിന്റെ പടച്ചവന്റെ അവതാരമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചതാണ്. ഇങ്ങനെ തുടങ്ങിയുള്ള ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത ആശയങ്ങളുമായി നീങ്ങുന്നതിനാൽ കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം യഖൂലൂന ഇല്ലാ കദിബാ, അവരുടെ നാവ് കൊണ്ട് അവർ പറയുന്ന ഇത്തരം വാചകങ്ങൾ അത് കളവ് മാത്രമാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ള ശിക്ഷയുള്ള കാര്യമാണ് എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ മകൻ മരിച്ചിട്ട് നരകത്തിൽ കടക്കാൻ പാടില്ല, ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അവൻ സ്വർഗത്തിൽ കടക്കണമെന്ന് ബാപ്പയായ എനിക്ക് ആഗ്രഹമുണ്ടാവില്ലേ? അതുകൊണ്ട് ഞാൻ അദ്ദേഹം അവരുടെ കൂടെ പോകാതെ നമ്മളെ മതം അംഗീകരിച്ച് മദീനയിൽ നിൽക്കണം എന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ എന്റെ മകനെയാണ് ഞാൻ പിടിച്ചു വെച്ചത്. എന്റെ മകൻ ഞാൻ പോറ്റി വളർത്തിയ മോനല്ലേ, ആ മകന്റെ പാരത്രിക ലോകം വിജയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടാവില്ലേ? എന്റെ മകന്റെ ഭാവി നഷ്ടപ്പെടരുതെന്ന് എനിക്ക് ചിന്തയുണ്ടാവില്ലേ? ഞാൻ പോറ്റിയെടുത്ത മോനല്ലേ, അവർക്കെന്താണ്? അതുകൊണ്ട് ഞാൻ വേറെ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല, എന്റെ മകനെയാണ് പിടിച്ചു വെച്ചത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയ ആയത്താണ് ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരൽ ഇല്ല. ആക്രമിച്ചുകൊണ്ടോ
അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടോ വാള് കാണിച്ചിട്ടോ ഇസ്ലാമിലേക്ക് കടക്കണം എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി ഇസ്ലാമിൽ ഇല്ല. സ്വമേധയാ ആർക്കും ഇസ്ലാമിനെ സ്വീകരിക്കാം. ഞാൻ ഇന്ന് രാവിലെ കുട്ടികൾക്ക് ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് മുത്തവൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തുഹ്ഫത്തുൽ മുഹ്താജി സുബ്ഹി നിസ്കരിച്ച ഉടനെ ഓതിക്കൊടുത്തു. അവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ലിത്തഫഖുഹി ഫിദ്ദീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് ദീൻ, എന്താണ് മതം എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. വദഉൻ ഇലാഹിയ്യുൻ സായിഖുൻ ലിദവിൽ ഖൂലി ബിഖ്തിയാരിഹിൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറു ലഹും ബിദ്ദാത്. മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു എപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട് എന്താണ് ദീൻ, അതിന്റെ ഡെഫിനിഷൻ. അത് അല്ലാഹു തആല സ്ഥാപിച്ച മതമാണ്, ദൈവികമായ ഒരു മതമാണ്. ദൈവികമായി സ്ഥാപിക്കപ്പെട്ടതാണ്, അഥവാ അല്ലാഹു സ്ഥാപിച്ചതാണ്. ബുദ്ധിയുള്ളവരെ അത് നയിക്കുന്നു. ബിഖ്തിയാരിഹിൽ മഹ്മൂദ്, അവരുടെ പ്രശംസനാർഹമായ അവരുടെ ചോയ്സ് പ്രകാരം ആരെയും നിർബന്ധിച്ചിട്ടല്ല. ഏത് വിധത്തിലും എപ്പോഴും അവർക്ക് നന്മയുള്ളതിലേക്ക് നയിക്കുന്ന അല്ലാഹു സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. അല്ലാഹു തന്നെയാണ് ഇവിടെ എല്ലാവരെയും ശ്രദ്ധിച്ചത്. അല്ലാഹു തന്നെയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാഹു തന്നെയാണ് എല്ലാവരെയും സംരക്ഷിക്കുന്നത്. സാസിന്റെ ചോടുള്ള ചെറുപ്പക്കാർ കുട്ടികളൊക്കെ വന്ന് സാസിലിരിക്കാം. അവരൊക്കെ വന്ന് ഇവിടെ ഇരിക്കാൻ പറയും. പ്രസംഗിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല. എല്ലാവരും അവിടെ നിൽക്കുന്നവരൊക്കെ വന്ന് സാസിലിരിക്കാം. ഓ സഹോദരന്മാരെ, നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ അത് സശ്രദ്ധം കേൾക്കണം. ആര് പറയുമ്പോഴും കേൾക്കണം. അപ്പോഴാണ് നമ്മൾ അല്ലാഹുവിന് വിധേയപ്പെട്ടവരാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ ദീൻ ലോകസത്താവായ പടച്ചവൻ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ആ അല്ലാഹു സ്ഥാപിച്ച മതം അതാരെയും നിർബന്ധിച്ച് എടുപ്പിക്കുന്ന കാര്യമല്ല, സ്വന്തം തന്നെ സ്വീകരിക്കും. എന്താണ് അതിനാൽ ലഭിക്കാൻ പോകുന്നത്? ദുനിയാവിലും ആഖിറത്തിലും സർവ്വ നന്മയും ലഭിക്കാൻ പോകുന്നു എന്നതാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ കാലം ജീവിക്കുന്ന ഒരു ലോകം. ഇന്ന് രാവിലെ ഏകദേശം ഒരു 6:45 ഞാനൊരു മരിച്ച വീട്ടിൽ പോയി. 3 ആളുകൾ ഇന്നലെ പെട്ടെന്ന് വെള്ളത്തിൽ മരണപ്പെട്ടുപോയി. എന്റെ വീട്ടിന്റെ അടുത്താണ്. ഒന്നൊരു ചെറിയ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ പാറക്കടവ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്. 2 ആളുകൾ ഭാര്യയും ഭർത്താവുമാണ്. വെള്ളം വളരെ കുറഞ്ഞ സമയമാണെങ്കിലും പുഴയിൽ വെള്ളത്തിൽ പോയി അവർ മരണപ്പെട്ടു. മനഃപൂർവ്വമല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. അല്ലാഹു അവരെ ശുഹദാക്കളിൽ പെടുത്തി. സുഹൃത്തുക്കളെ, ഏത് സമയത്താണ് മരണം എന്ന് നമുക്കാർക്കും അറിയില്ല. മരണം വരെ മാത്രമേ നമ്മൾ ജീവിക്കുള്ളൂ. അത് എത്ര കാലമാണ് എന്നതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മനുഷ്യൻ ഈ ജീവിതം മാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കാൻ വകുപ്പില്ല.
ഞാനും കൊതുകും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റുമോ? കൊതുക് അല്പസമയം ജീവിച്ച് അത് ചത്തുപോകുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നുകളയുന്നു. അതുപോലെ പൂച്ചയും എലിയുമൊക്കെ ചത്തുപോകുന്നു. ആ ചത്തുപോകുന്നത് വരെ അവകൾ ജീവിക്കുന്നു. അതുപോലെയാണ് മനുഷ്യനും എന്ന് പറയാൻ പറ്റുമോ? മനുഷ്യൻ അല്ലാഹു വിശേഷ ബുദ്ധി കൊടുത്തിട്ടില്ലേ? എല്ലാ ജീവികളെയും മനുഷ്യന് അല്ലാഹു അധീനപ്പെടുത്തി കൊടുത്തിട്ടില്ലേ? ആനയെ നിയന്ത്രിക്കുന്ന മനുഷ്യരില്ലേ? അതേ സിംഹത്തെ പോറ്റുന്ന മനുഷ്യന്മാരില്ലേ? നരിയും പുലിയുമൊക്കെ മനുഷ്യന്മാരെ കൂട്ടിൽ കിടന്ന് പുറത്തു പോകാൻ പറ്റാതെ ആ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നില്ലേ? വലിയ വലിയ പാമ്പുകൾ മനുഷ്യന്റെ അധീനത്തിലില്ലേ? അങ്ങനെ എല്ലാ ജീവികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അധീനപ്പെടുത്തി കൊടുത്ത മനുഷ്യനും മറ്റ് ജീവികളും തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? എല്ലാ സൃഷ്ടികളെയും മനുഷ്യന് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്തു. അങ്ങനെ എന്തെല്ലാം വസ്തുക്കളാണ് മനുഷ്യൻ അല്ലാഹു തആല ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഉച്ച സമയത്തൊരു വീട്ടിൽ ചെന്നപ്പോ അവിടെ അതിന്റെ മുൻഭാഗത്തൊരു നല്ല മാങ്ങാമരം കണ്ടു. ഇവിടെ എന്താ പറയാ, മാങ്ങാമരന്നോ മാവുന്നോ? മാങ്ങാമരം. നല്ല തണല്. ആ വീട്ടുകാരൻ നമ്മുടെ പ്രിയങ്കരനായ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി അവരുകളാണ്. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ അതിന്റെ ആ തണലിന്റെ ഗുണമൊക്കെ ഇങ്ങനെ പറയുമ്പോ കുട്ടികൾ പറഞ്ഞു നല്ല മാങ്ങ ഉണ്ടാവും. അപ്പൊ നോക്കുമ്പോ നേരെ മുന്നേ തന്നെ ഒരു മാങ്ങ വീണ് കിടക്കുന്നു. ആ മാങ്ങ കഴുകിക്കൊണ്ടുവന്ന് മുറിച്ചിട്ട് കൊണ്ടുവന്നു നോക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്, ഒരു പ്രത്യേക മാങ്ങ. അതേ സമയത്ത് അവിടുന്ന് വന്ന് മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഒരു മാങ്ങ കൊണ്ടെത്തുന്നു. അതിന്റെ രുചി വേറെ ഒന്നാണ്, കളറ് മറ്റൊന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ഒരു മാങ്ങ ഈ സമയത്ത് അതിന്റെ സീസണാണല്ലോ, അത് മാത്രം എത്ര വകുപ്പുകളുണ്ട്, എത്ര ഇനങ്ങളുണ്ട്, എത്ര ജാതിയുണ്ട്. അതിന്റെ രുചികൾ വ്യത്യാസം, കളറ് വ്യത്യാസം, പലതും വ്യത്യാസം. ഇതൊരു മാങ്ങക്ക് മാത്രമാണോ? എല്ലാ പഴങ്ങളെ സംബന്ധിച്ചും വർഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഈത്തപ്പഴം എത്ര ജാതിയാണ്, എത്ര വർഗമാണ്. അതേപോലെ ആപ്പിൾ എത്ര ജാതിയാണ്, പേരക്ക എത്ര സൈസാണ്, അങ്ങനെ തുടങ്ങിയിട്ട് ചക്ക എത്ര സൈസാണ്. ഇതെല്ലാം സൃഷ്ടിച്ച് മനുഷ്യന് നൽകിയ റബ്ബ്. അത് മാത്രമല്ലല്ലോ, ധാന്യങ്ങൾ എത്രയാണ്. ഇവിടെ വന്നപ്പോ നല്ല സന്തോഷം തോന്നി. ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ രാഗിയുടെ മുത്താറിയുടെ, നാട്ടിൽ മുത്താറി എന്ന് പറയും, അതുകൊണ്ടുള്ള ദോഷം ഉണ്ടാക്കി തന്നിരിക്കുന്നു. അത് ഷുഗറിനും മറ്റും വലിയ കുഴപ്പമില്ലാത്ത സാധനാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ എത്ര ധാന്യങ്ങളാണ് അല്ലാഹു തആല നമുക്ക് സൃഷ്ടിച്ചു തന്നത്. എത്ര പഴങ്ങളാണ് സൃഷ്ടിച്ചു തന്നത്. എന്നാൽ നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ സാധാരണ കിട്ടുന്ന തേങ്ങയുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് എന്താ പറയാ? ധാന്യം എന്ന് പറയാൻ പറ്റുമോ? അല്ല, പഴം എന്ന് പറയാൻ പറ്റുമോ? അത് വേറെ തന്നെ ഒരു സാധനമാണ്. അതിന്റെ ഇളനീര് എന്തൊരു ഭംഗിയുള്ള വസ്തുവാണ്, എന്തൊരു രുചിയുള്ളതാണ്. ക്ഷീണമകറ്റാൻ എത്ര നല്ലതാണ്, എത്ര രോഗത്തിന് മരുന്നാണ്. അതേ അതിന്റെ തേങ്ങയുണ്ടല്ലോ, ആ കാമ്പ്,
അതിൽ നിന്ന് എത്ര എണ്ണയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എണ്ണകൾ പലതും ഉപയോഗിച്ചിട്ടാണ് പലർക്കും പല രോഗവും സംഭവിക്കുന്നതെങ്കിൽ കുഴപ്പം വളരെ കുറഞ്ഞ എണ്ണയാണ് വെളിച്ചെണ്ണ അഥവാ ഈ തേങ്ങയുടെ എണ്ണ. അതുപോലെ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ എന്ന് ഖുർആൻ പറഞ്ഞ സൈത്തെണ്ണ അതും വലിയ ബർക്കത്തുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അങ്ങോട്ട് കടന്നാൽ ഖുർആൻ തന്നെ പേര് പറഞ്ഞ എത്ര പഴങ്ങളാണ്. അതേ വത്തീനി വസ്സൈതൂൻ, അത്തിപ്പഴം എത്ര വലിയ ഔഷധവീര്യമുള്ള സാധനമാണ്. സൈത്തൂനിന്റെ കായ എത്ര വലിയ ഔഷധവീര്യമുള്ള വസ്തുവാണ്. അങ്ങനെ തുടങ്ങി എന്തിനധികം പറയണം. ഇനി അടുത്ത് റമദാനിൽ വിദേശത്ത് പോയപ്പോ ഒരു വലിയൊരു എഞ്ചിനീയർ, അദ്ദേഹം ആ നാട്ടുകാരനാണ്, അദ്ദേഹം പറഞ്ഞു ഒരു ഇലയുണ്ട്, വലിയ ഫലമുള്ളതാണ്, ഷുഗറുള്ള ആളുകൾ അത് വെള്ളത്തിലിട്ട് ചൂടാക്കി കുടിച്ചാൽ. അതെന്താണ്? സൈത്തൂനിന്റെ ഇലയാണ്. ഞാൻ ചോദിച്ചു പച്ചയാണോ? അദ്ദേഹം പച്ചല്ല. നിങ്ങൾ ചായ കുടിക്കല് പച്ചയിലയാ, കാപ്പി കുടിക്കല് പച്ചയാ, ഉണങ്ങിയത്. ചോദിച്ചു അതെവിടെ കിട്ടും? അതിവിടെ ഇങ്ങനെ അല്ല, അൽഖാജ എന്ന് പറഞ്ഞൊരു കട ഉണ്ട്, അവിടെ കിട്ടും. ഉമ്മുൽക്കോയിലുണ്ട് അൽഖാജ, ഉമ്മുൽക്കോയിലും കിട്ടും. അതിന്റെ വെള്ളം തന്നെ കുപ്പിയിലാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. എനിക്കറിയില്ല. ഏതായാലും ആ കടയിൽ കയറിയിട്ട് ഞാനൊരു 2 കുപ്പി വെള്ളമാണ്, കുറച്ച് ഉണക്ക ചാപ്പം എടുത്ത് വാങ്ങി. അങ്ങനെ എന്തെല്ലാം വസ്തുക്കളാണ് ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതാണ് എന്റെ വിഷയം. ഇതെല്ലാം മനുഷ്യന് വേണ്ടി പടച്ചു വെച്ചു. ആ മനുഷ്യന് വേണ്ടി പശുക്കളെയും ആടുകളെയും ഒട്ടകങ്ങളെയും സർവ ജീവജാലങ്ങളെയും പടച്ചു വെച്ചു. എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും മനുഷ്യന് ഗുണത്തിനായി വെച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത റബ്ബ് ആ മനുഷ്യനും കൊതുകും ഒരുപോലെയാണെന്നോ, എലിയും മനുഷ്യനും ഒരുപോലെയാണെന്നോ, അഥവാ ചത്താൽ കഴിഞ്ഞു എന്നാണോ? അങ്ങനെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ആ ജീവികൾക്കൊന്നുമില്ലാത്ത വിശേഷ ബുദ്ധി നൽകിയിട്ടില്ലേ മനുഷ്യൻ? ആ മനുഷ്യൻ ലോകത്തെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകസട്ടാവിനെ കുറിച്ച് അറിയാൻ കഴിയും. വന്നുറിയില്ല നഫ്സീ കഥമന്തഖിലി ലിൽആലമിൽ ഉൽവി ثم السفلി تجد به صنعا بديع الحكم لكن به قام دليل العدم. ഈ വസ്തുക്കളെല്ലാം അല്ലാഹു സൃഷ്ടിച്ചു. അവകളെല്ലാം അല്ലാഹുവിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു, അല്ലാഹുവിനെ അറിയിക്കുന്നു. അത് മനസ്സിലാക്കി അല്ലാഹുവിനെ അറിയാനും അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ഈ ജീവിതത്തിന് ശേഷം മനുഷ്യന് റബ്ബ് നൽകുന്ന ഒരു ജീവിതം ഉണ്ട്. ലഹിയൽ ഹയവാൻ, അതാണ് ശരിയായ ജീവിതം. ഇവിടെയുള്ളതല്ല. ഇവിടെയുള്ള ജീവിതം താൽക്കാലികം മാത്രമാണ്. അതാണെങ്കിലോ ടെൻഷൻ നിറഞ്ഞു കിടക്കുന്ന ലോകമാണ്. സുബ്ഹാനല്ലാഹ്, ഗർഭമാകാത്തത് കൊണ്ട് ടെൻഷനായി. പലരെ കൊണ്ടും ദുആ ചെയ്യിപ്പിച്ച് ഗർഭിണിയായപ്പോഴോ ഇനി ആ പ്രസവത്തിന്റെ ടെൻഷനാണ്. അതേ സുഖപ്രസവത്തിന് വേർക്കാൻ പറയാണ്. പ്രസവം കഴിഞ്ഞപ്പോഴോ പിന്നെ ആ കുട്ടിയുടെ ആരോഗ്യത്തിനും വികസനത്തിനും പുരോഗതിക്കും പ്രാർത്ഥിക്കാൻ പറയാണ്.
ആ കുട്ടി വളർന്നു വന്നപ്പോഴോ കുട്ടിക്കൊരു നല്ല വിവാഹം നടക്കണം എന്ന ടെൻഷനാണ്. ആ കുട്ടി അല്പം വളർന്നപ്പോഴോ കുട്ടി പലപ്പോഴും പറയുന്നത് പോലെ അനുസരിക്കുന്നില്ല എന്ന ടെൻഷനാണ്. അനുസരിക്കാതെ ആയി പോകുമോ, വളരെ മോശമായി പോകുമോ എന്റെ മകനും മകളും എന്ന ചിന്തയാണ്. ആകയാൽ ഞാനൊരു ചെറിയ സാമ്പിൾ പറഞ്ഞതാണ്. ഈ ഭൂമിയിലെ ജീവിതം മുഴുവനും ടെൻഷൻ നിറഞ്ഞതല്ലേ. ഒരു ടെൻഷനുമില്ലാത്തവനോട് ഞാൻ ചോദിക്കട്ടെ, നാളെ നിന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുമോ? നാളെ ഈ സമയത്ത് നീയും ഞാനും എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മളുടെ മരണത്തിന്റെ ഡേറ്റ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? അതാ നാളെ എനിക്ക് വല്ല രോഗവും ഉണ്ടാകുമോ ഇല്ലേ എന്നത് ആലോചിക്കാൻ പറ്റുമോ? ആകയാൽ മനസ്സിന് സമാധാനം എപ്പോഴാണ്, എവിടെയാണ്? ഇല്ല ഇല്ല അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് സമാധാനം. എനിക്കൊരു റബ്ബുണ്ട്. ആ റബ്ബ് എന്നെ വെറുതെ പടച്ചതല്ല. അവനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പഠിച്ചതാണ്. അതംഗീകരിക്കുന്ന ഒരു മുസ്ലിമായി, മുഅ്മിനായി എന്റെ റബ്ബ് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആ ജീവിതം എന്റെ റബ്ബ് കൽപ്പിച്ചതുപോലെയുള്ളൊരു ജീവിതം വേണം. എന്റെ റബ്ബ് വിരോധിച്ചതൊക്കെ കൈയൊഴിച്ചുകൊണ്ടൊരു ജീവിതം വേണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. നിങ്ങളെ വീക്ഷിക്കാനും നിങ്ങളെ വിഷയങ്ങൾ കുറിച്ചു വെക്കാനും അവൻ ഉദ്യോഗസ്ഥന്മാരെയും നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് പിന്നീട് തെളിയിച്ചു തരാനാണ്. അതേ കേട്ടിട്ടില്ലേ, വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ, ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ പടച്ചവൻ ഓരോരുത്തരെ കുറിച്ചും നന്നായി അറിയാം. അതേ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അവൻ അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ ഇന്നത് ചെയ്ത വകയിലാണ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത്, നിങ്ങൾ ഇന്ന തെറ്റ് ചെയ്ത വകയിലാണ് ശിക്ഷിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ എഴുതാനും റെക്കോർഡാക്കാനും മലക്കുകളെയും നിശ്ചയിച്ചു. له معقبات من بين يديه ومن خلفه يحفظونه من أمر الله. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കണം. അവനെ അല്ലാതെ ആരെ സ്നേഹിക്കാനാണ്? കാരണം സംസാരിക്കുന്നത് അവൻ സംസാരം സൃഷ്ടിച്ചു തരുന്നത് കൊണ്ടാണ്. ചിന്തിക്കുന്ന മനസ്സ് അവന്റെ അധികാരത്തിൽ അവൻ ചിന്തിപ്പിക്കുകയാണ്. കാണുന്ന കണ്ണ് അവൻ തരുന്ന കാഴ്ചയാണ്. കേൾക്കുന്ന കാത് അവൻ തരുന്ന കേൾവിയാണ്. എന്റേതെല്ലാം അവനിൽ നിന്നാണ്, ഞാനും അവന്റേതാണ്. അങ്ങനെ എല്ലാം തന്ന എന്റെ റബ്ബോ, ഞാൻ അവൻ കൽപ്പിച്ചതൊക്കെ ഒഴിച്ചിട്ടും എന്നെ ഇതുവരെയും റബ്ബ് ശിക്ഷിച്ചിട്ടില്ല. അവൻ വിരോധിച്ചതുപോലെ അവൻ വിരോധിച്ച കാര്യം കണ്ണുകൊണ്ട് നോക്കിപ്പോയിട്ടുണ്ട്. പക്ഷേ എന്റെ കണ്ണിന്റെ കാഴ്ച അവൻ പിൻവലിച്ചിട്ടില്ല. റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ്. അങ്ങനെ കാരുണ്യം, അടിക്കടി കാരുണ്യം ചെയ്യുന്ന റബ്ബ്, പിന്നെയും പിന്നെയും നന്നാകാൻ ചാൻസ് തരുന്ന റബ്ബ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കുകയും അവനെ അനുസരിക്കണം എന്ന് അംഗീകരിക്കുകയും അത് പറയുകയും ചെയ്തതിന്റെ പേരിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ഒരക്രമവും ആരെയും ചെയ്തിട്ടില്ല.
അവിടുന്ന് ഈ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഞാനൊരു സാധാരണ മനുഷ്യനല്ല, ഞാൻ അല്ലാഹു പറഞ്ഞേച്ച ആളാണ്, നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനല്ല. മുസ്ലിമിന്റെ പേരിൽ കുറെ ഇസ്ലാമിന്റെ വിരോധികൾ. അവര് പക്ഷേ സ്വന്തത്തിൽ ചിലപ്പോൾ അവർ അറിയുന്നില്ല ഞങ്ങൾ ഇസ്ലാമിനെതിരായിട്ടാണ് ചെയ്യുന്നത്. അവരിൽപ്പെട്ടവരാണ് മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറയുന്ന പുത്തൻവാദി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് എഴുതി വെച്ചു. അത് ഇസ്ലാമിന്റെ കടക്ക് കത്തിവെക്കുന്ന വിശ്വാസമാണ്. അത്തരം ആളുകൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ചാൽ പോരാ. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യൻ അല്ല, അല്ലാഹു തആല നിയോഗിച്ച റസൂലാണ് എന്ന് വിശ്വസിക്കണം, അംഗീകരിക്കണം, അത് പ്രഖ്യാപിക്കണം. അങ്ങനെയാണ് നിങ്ങളെ കടപ്പാടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ നബി തങ്ങളുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ട് രണ്ട് ഭാഗവും പിടിച്ച് വലിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ആ ഹബീബ് നബി തങ്ങളെ കാലിൽ എറിഞ്ഞിട്ട് തണ്ടല് പൊട്ടിച്ച് രക്തം പൊട്ടി ഒലിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിന് മുറിവേറ്റു. അവിടുത്തെ മുൻപല്ല് പൊട്ടി തെറിച്ചു. ത്യാഗങ്ങൾ പലതും സഹിച്ചു. സുഹൃത്തുക്കളെ, എന്തിനധികം പറയണം, ഭക്ഷണം പോലും കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഓർഡർ ഉണ്ടായി. ആളുകളൊക്കെ ബഹിഷ്കരിച്ചു. ഇങ്ങനെ ഒരുപാട് വിധത്തിലുള്ള പ്രയാസങ്ങൾ നബിതങ്ങൾക്കും തങ്ങളെ കൂടെ കൂടിയവരെയും പ്രയാസപ്പെടുത്തിയപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് വലിയ കല്ല് കൊണ്ടുവന്ന് വെച്ചു ഉരുട്ടി വല്ലാതെ വേദനിപ്പിച്ചു. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഇരുമ്പിന്റെ കുന്തം ചൂടാക്കിയിട്ട് രഹസ്യാവയവത്തിൽ തന്നെ കുത്തി ആ രൂപത്തിൽ അക്രമം ചെയ്തു. ജീവിക്കാൻ അനുവദിക്കാത്ത ചുറ്റുപാടുണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വന്തം നാട് വിടാൻ അല്ലാഹു കൽപ്പിച്ചു. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു. അവിടെയെല്ലാം റബ്ബിന്റെ പല സഹായങ്ങളും റബ്ബ് ചെയ്തു കൊടുത്തു. മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ നബി തങ്ങളെ സ്വീകരിച്ചു. എല്ലാവരും നബി തങ്ങളെ അംഗീകരിച്ചു. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രം അവിടെ ആദ്യമായി ഉണ്ടാകുന്നു. ആ രാഷ്ട്രത്തിന് കീഴിൽ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും വളരെ സൗകര്യത്തോടുകൂടെ ജീവിക്കുന്നു. അപ്പോൾ മക്കയിലുള്ള മുശ്രിക്കീകൾക്ക് തോന്നി അവിടെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെയുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കരുത്, അവരെ നശിപ്പിക്കണം. അതിനു വേണ്ടി അവർ എന്തൊക്കെ ചെയ്തു? മക്കാ ശരീഫ് വിട്ടുപോകുന്ന സമയത്ത് മക്കയിൽ ഒരുപാട് സ്വത്തുക്കൾ മക്കാ നിവാസികളായ മുഹാജിറുകൾ ഒഴിച്ചിട്ട് വെച്ചിരുന്നു. അവരെ സ്വത്തുക്കളും എടുത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം സ്വത്തുക്കൾ എടുത്ത് അതുകൊണ്ട് ബിസിനസ് നടത്തി പണമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ. എന്തിന്? മുസ്ലിമീങ്ങളെ സ്വത്തെടുത്ത് ബിസിനസ് നടത്തിയിട്ട് പണമുണ്ടാക്കി മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ. അത്രയും വലിയ ഒരു സാഹചര്യമുണ്ടായപ്പോൾ അവരുമായി പോരാടേണ്ട ഒരു ഘട്ടം വന്നു. അങ്ങനെയാണല്ലോ ബദർ യുദ്ധം എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. വജാദൂബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി വസ്വതി. ആ ബദരീങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തം കരുതി അവരെ ശരീരവും സമ്പത്തും സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി പോരാട്ടം നടത്തി. മറുവശത്തുള്ളത് 1000-ലധികം വരുന്ന വലിയ സൗകര്യങ്ങളുള്ള, ആയുധങ്ങളുള്ള, ആരോഗ്യമുള്ള, അതേ വാഹനങ്ങളുള്ള, എല്ലാമുള്ള കഠിന ശത്രുക്കളാണ്.
അവരങ്ങനെ വലിയ ഡംബോടുകൂടി, അവർ വലിയ അഹങ്കാരത്തോടുകൂടി മുഹമ്മദിനെയും കൂട്ടരെയും നശിപ്പിക്കുമെന്ന ആ ഗർവോടുകൂടി വരികയാണ് മക്കയിൽ നിന്ന് മദീന കൊള്ളെ. അങ്ങനെ അവർ 100 കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് മദീന പിടിക്കാൻ വേണ്ടി മദീനയുടെ സമീപത്തെത്തുമ്പോൾ ബദറിൽ വെച്ചതാ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ആ ബദറിൽ പങ്കെടുത്ത മഹാന്മാർ അവർ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്തിയവരാണ്, സത്യം ഇവിടെ വിജയിപ്പിച്ചവരാണ്. അതുകൊണ്ട് ഖുർആൻ വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങളെ അല്ലാഹു തആല ബദറിൽ വെച്ച് സഹായിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സാമ്പത്തികമോ ശാരീരികമോ കഴിവൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അല്ലാഹു നിങ്ങളെ സഹായിച്ചു. എങ്ങനെ സഹായിച്ചു? മലക്കുകളെ ഇറക്കി സഹായിച്ചു. അങ്ങനെ ഇറക്കി സഹായിച്ചതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് റബ്ബ് പറഞ്ഞു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. എല്ലാ സഹായവും അല്ലാഹുവിങ്കൽ നിന്നാണ്. ഇവിടെ മലക്കുകളെ ഇറക്കി സഹായിച്ചു, അതും അല്ലാഹു തരുന്ന സഹായമാണ്. എല്ലാ സഹായവും അല്ലാഹുവിങ്കൽ നിന്നാണ്. അങ്ങനെ അതാ സുബ്ഹാനല്ലാഹ്, ബദറിൽ കുറെ ആളുകൾ ശ്രോതാക്കളായെങ്കിലും അന്തിമ വിജയം ബദരീകൾക്കുണ്ടായി. ശത്രുക്കൾ അമ്പേ പരാജയപ്പെട്ടു. ആ ഒരു സംഭവം നടന്ന രാത്രിയാണ്, സംഭവം നടന്ന ദിനമാണ് റമദാൻ 17. അതുകൊണ്ട് അതാ സഹാബികളെ കൂട്ടത്തിൽ ചിലർ റമദാൻ 17-ാം രാവ് രാത്രിയിൽ തീരെ ഉറങ്ങാതെ പൂർണ്ണമായി ഇബാദത്തിൽ മുഴുകി ജീവിച്ചവരുണ്ട്. സഹാബികളിൽ അങ്ങനെയുള്ള ചില മഹാന്മാരുണ്ട്. കാരണം അതൊരു വല്ലാത്ത അനുഗ്രഹം ലഭിച്ച ദിവസമാണല്ലോ. ദീൻ അല്ലാഹു നിലനിർത്താൻ വേണ്ടി വലിയ അനുഗ്രഹം ചെയ്ത ദിനമാണല്ലോ. ആ ബദരീങ്ങളെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ്. റുബൈയ് ബിൻത് അഫ്രായിന്റെ വീട്ടിൽ നബി തങ്ങൾ കല്യാണത്തിന് പോയി. കയറി ചെല്ലുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ബദർമാല പാടുകയാണ്. അതേ, ആ പാടുന്ന പാട്ടിന്റെ കൂട്ടത്തിൽ നബി തങ്ങളെ വരവ് കണ്ടപ്പോ കുട്ടികൾ ചൊല്ലി, ഓ ഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദീം. നബിതങ്ങളെ പുകഴ്ത്തിയിട്ട് പാടി. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, തുർക്കി ഹാദിഹി വഖൂലി ബില്ലതി തഖൂലീൻ. അതവിടെ നിർത്തിയിട്ട് ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെ പാടിക്കോ കുട്ടി. ബദരീകളെ മദ്ഹ് പറയാനും പാടാനും നബിതങ്ങൾ നിർദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹബീബ് നബിതങ്ങളെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ, അവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാത്തവർക്കാണ് പുത്തൻവാദികൾ എന്ന് പറയുന്നത്. നബിതങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവര് അറബിയിൽ തന്നെ ഖുതുബ ഓതൂലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചതല്ലേ? നബിതങ്ങൾ അറബിയിൽ ഖുതുബ ഓതി അറബിയിൽ ജുമാ നിസ്കരിച്ചതല്ലാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഭാഷയിൽ ഖുതുബയും വേറൊരു ഭാഷയിൽ ജുമയും നിസ്കരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ നബിതങ്ങളുടെ വാക്ക് അവർ സ്വീകരിക്കാത്തതിനാൽ പുത്തൻവാദികളെ ജുമയുടെ ഭാഷ മാറ്റി. നമുക്കത് ചെയ്യാൻ പറ്റൂല. നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. മൻ അതാഅ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ അല്ലാഹുവിനെ അനുസരിച്ചു എന്നാണ് ഖുർആൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് ഖുതുബ ഓതിയത്. എന്നാൽ പുത്തൻവാദികളെ പള്ളിയിൽ മിമ്പറുമ കയറുമ്പോ പോലും പലരും തലപ്പാവ് ധരിക്കുന്നില്ല. കാരണം നബിതങ്ങളെ വേഷം അവർക്ക് പറ്റുന്നില്ല. അവർക്ക് ബ്രിട്ടീഷുകാരന്റെ അമേരിക്കക്കാരന്റെ വേഷം വേണം. അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാൻ പുത്തൻവാദി തയ്യാറല്ല.
ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളെ വിളിച്ച് പാടാൻ പറഞ്ഞതാണ്. അത് പാടിയാൽ ശിർക്കാണെന്ന് പറഞ്ഞ് അവനതാ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറഞ്ഞ് മുഖ്യധാരാ മുസ്ലിമീങ്ങളെ അവൻ കാഫിറാക്കുകയാണ്. ആകയാൽ പുത്തൻവാദികളുടെ വാദങ്ങൾ ഓരോന്നും എടുത്താൽ മുഴുവനും പൊള്ളയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാളും അങ്ങനെ ഒരു പുത്തനാശയത്തിൽ പെട്ടുപോകരുത്. ഒരുത്തനും ഒരു ഷിയാ വിശ്വാസക്കാരനാകരുത്. ഷിയാക്കൾ ഇറാനിൽ പടപൊരുതുന്നുണ്ടല്ലോ എന്നതിനാൽ ഷിയാക്കളുടെ വിശ്വാസം ശരിയാണെന്ന് മനസ്സിലാക്കരുത്. അവർ റസൂലുള്ളാഹിനെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിരുന്നുവെങ്കിൽ അവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയൂല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കൂല, അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കൂല. അതേ ഹബീബ് നബി തങ്ങൾ ഓതി തന്നതല്ലേ, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. മുഹാജിരീങ്ങളായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലുള്ള സഹാബികളെയും അൻസാരികളായ തൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികളെയും അവരെ എല്ലാം ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് പിന്തുടരണം. എന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. പക്ഷേ ആ സഹാബികളെയൊക്കെ പിഴച്ചവരായി പറയുകയും അവരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന കക്ഷികളല്ലേ ശിയാക്കൾ. അതുകൊണ്ട് തന്നെ അക്കൂട്ടത്തിൽ ഒരിക്കലും നമുക്ക് ചിന്തിച്ചുകൂടാ. നബിതങ്ങളുടെ ശരീരം മണ്ണിന്ന് ജീർണിച്ച് പോകില്ല എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ നബിതങ്ങളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചു പോയി എന്നല്ലേ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും എഴുതി വെച്ചത്. ആകയാൽ ഒരിക്കലും ഒരു മുസ്ലിം സുന്നിയല്ലാതെ മരിക്കരുത്, സുന്നിയായിട്ടല്ലാതെ ജീവിക്കരുത്. വല്ലവരും ഒരു സുന്നി ആശയം വിട്ടാൽ അല്ലെങ്കിൽ സുന്നി ആശയം വിടണമെന്നില്ല. സുന്നി അല്ലാത്തവരെ ചേർത്ത് പിടിച്ചാൽ, ഷിയാക്കളെ സ്നേഹിച്ചാൽ, മുജാഹിദിനെ സ്നേഹിച്ചാൽ, ജമാഅത്ത് ഇസ്ലാമിയെ സ്നേഹിച്ചാൽ, മകളെ കൊണ്ടുപോയി ജമാഅത്തുകാരന് കെട്ടിച്ചു കൊടുത്താൽ, മകനെ കൊണ്ടുപോയി മുജാഹിദ് കുടുംബത്തിൽ നിന്ന് കെട്ടിച്ചിട്ട് ആ മകന്റെ ജീവിതം പിന്നീട് മുജാഹിദായി തീരാൻ കാരണമായാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വല്ലവനും പുത്തനാശയക്കാരനായാൽ അല്ലെങ്കിൽ പുത്തനാശയക്കാരന് ചേർത്ത് പിടിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. വൽ മലായിക, മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, സർവ്വമാന്മാരുടെയും ശാപമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദല, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. അവൻ സുബ്ഹിക്ക് പള്ളിയിൽ പോയത് അല്ലാഹ് ഖബൂൽ ചെയ്യൂല. അവൻ ജുമഅ നിസ്കരിച്ചത് ഖബൂൽ ചെയ്യൂല. അവന്റെ സകാത്തും നോമ്പും ഹജ്ജും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. അവന്റെ ഒരു അമലും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. കാരണം എന്തേ? ഒന്നുകിൽ അവൻ പുത്തൻവാദിയായി, അല്ലെങ്കിൽ പുത്തൻവാദിയെ അവൻ മനസ്സുകൊണ്ട് സ്നേഹിച്ചു. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹ് ഹദീസാണ്. അതുകൊണ്ട് ഒരിക്കലും സുന്നത്ത് ജമാഅത്ത് വിട്ടുകൊണ്ടുള്ള ഒരു ചിന്ത മുസ്ലിമായി മുഅ്മിനായി ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മെ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ആക്കിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനോടെ മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബദരീങ്ങളെ മഹത്വം പറയാം, ബദരീങ്ങളെ പുകഴ്ത്തി പറയാം. അതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് കഴിയും, അല്ലാത്തവർക്ക് കഴിയില്ല. ഇവിടെ അൽഹംദുലില്ലാ ബദരീങ്ങളെ അനുസ്മരിച്ചുകൊണ്ടല്ല മാസവും അവരുടെ മദ്ഹ് പാടാറുണ്ട്. അതിന്റെ പേരിൽ ഇവിടെ മദ്രസ പള്ളികളൊക്കെ നടത്തുന്നുണ്ട്, ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്, റോഡ് വീഴ്തിയാക്കാൻ സ്ഥലം കൊടുത്തു. അല്ലാഹുവേ, ഈമാനിന്റെ ലക്ഷണമല്ലേ അത്? നീ അവർക്കും ഞങ്ങൾക്കും ഈമാൻ വർദ്ധിപ്പിക്കണം റഹ്മാനേ. സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കണം റഹ്മാനേ. അതുപോലെ ഇവിടെ 4 ലക്ഷം രൂപയോളം കൊടുത്തും ഇവിടെ തുടങ്ങി വെച്ച പണി പൂർത്തീകരിക്കാൻ സഹായിച്ചു. അല്ലാഹുവേ, അദ്ദേഹത്തിനും ഞങ്ങൾക്കും സ്വർഗത്തിൽ വീട് തരണം റഹ്മാൻ.
അതുപോലെ ഇന്നേ വരെ ഈ മഹത്തായ പരിപാടികളോട് സഹകരിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങളെയും നീ സഹായിക്കണം റഹ്മാനെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾ ഉറച്ച ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. അതേപോലെ സകാത്തും ഹജ്ജും ഉംറയും ഒക്കെ കഴിയുന്നവർ ചെയ്യണം. ഹജ്ജിന് പോകുന്ന പലരും ഉണ്ട്. അല്ലാഹു തആല അവർക്കും നമുക്കും ഹജ്ജിന് പോകുന്നവർക്കൊക്കെയും അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് സൗകര്യപൂർവ്വം എല്ലാ അമലും ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് നൽകുമാറാകും.